മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി. കൃഷ്ണപുരം നോർത്ത് മണ്ഡലം 17-ാം വാർഡിലാണ് കുടുംബസംഗമം നടത്തിയത്. ആദരവും സംഘടിപ്പിച്ചു. കൃഷ്ണപുരം നോർത്ത് മണ്ഡലം 17-ാം വാർഡിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പിൽക്കാലത്ത് വിസ്മൃതിയിലാണ്ടുപോയി. അവിടെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം 142 വർഷക്കാലം പിന്നിട്ട് ഇന്നും ഈ രാജ്യത്തെ ജനകോടികളുടെ മുഴുവൻ പ്രതീക്ഷയായി നിലനിന്ന് മുന്നോട്ട് പോകുന്നത്. എങ്ങനെയാണ് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയാതെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അത്തരത്തിൽ കഴിയുന്നതെന്ന് ചോദിച്ചാൽ എക്കാലവും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കാലികമായിരുന്നു. എന്നും നാടും ജനതയും ആഗ്രഹിച്ച അവരുടെ താല്പര്യങ്ങൾ മുദ്രാവാക്യമാക്കി മാറ്റുവാൻ കഴിഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിന് 142 വർഷം എന്ന് പറയുമ്പോൾ നിരവധിയായ നേതാക്കന്മാർ, നിരവധി തലമുറകൾ അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ആ മുന്നേറ്റത്തിൽ 142 വർഷത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണ ഏടായി നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലയളവ് നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവും ഇന്ന് ലോകാരാധ്യനായ നേതാവുമായി മാറിയിരിക്കുന്ന മഹാത്മജി, ഞാനും നിങ്ങളുമൊക്കെ സ്നേഹിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു. മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷനായതിന്റെ 100-ാം വാർഷികത്തിലൂടെയാണ് ഇന്ന് കോൺഗ്രസ് പ്രസ്ഥാനം കടന്നു പോകുന്നത്. മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും കേരള സർക്കാരിന്റെ മികച്ച ഫാർമസിസ്റ്റുകൾക്കുള്ള പുരസ്കാരം ലഭിച്ച കോട്ടയം മെഡിക്കൽ കോളേജ് ഫാർമസി സൂപ്രണ്ട് ഡോക്ടർ ആർ ഹരികുമാറിനെയും ആദരിച്ചു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് മാത്യു പി സാമുവൽ അധ്യക്ഷത വഹിച്ചു. സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം തണ്ടളത്ത് മുരളി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ, ആർ വസന്തൻ, വയലിൽ സന്തോഷ്, സതീഷ് കുമാർ, കോശി കെ ഡാനിയൽ, അജി ഗണേഷ്, സുരേഷ് ഗുരുഭവനം തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജീവിതശൈലി രോഗങ്ങളും മുൻകരുതലുകളും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ആർ ഹരികുമാർ ക്ലാസ് നടത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം.